യാത്ര ചെയ്യണം. ഭയങ്കര സംഭവം ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നടുവിലൊരാളുടെ ഇട്ടതാ. അപ്പൊ നല്ല പച്ചപ്പൊക്കെ കാണില്ലേ? അപ്പൊ എന്താ സംഭവം എന്നറിയോ, ഞങ്ങളിന്നൊരു സ്ഥലം വരെ പോകുന്നത് അടിപൊളി കാഴ്ച കണ്ടിട്ട് ട്രെയിനിലാണ് പോകുന്നത്. ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. പോകാൻ വീഡിയോയിലേക്ക്. അപ്പൊ കണ്ടോക്കി എങ്ങനെയുണ്ട് നോക്കിട്ടാ. പൊന്നോ പോളിക്കട പൊന്നു വണ്ടി. അപ്പോൾ ഞങ്ങളിതാ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണം കേട്ടോ. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലൂടെ ഒരു വഴിയുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ആയിക്കൂടി വന്നാൽ ഈ മെയിൻ ഡോറിൻ്റെ അവിടെ അല്ല കേട്ടോ. അപ്പോൾ ഇതാ ടിക്കറ്റ് എടുത്ത് ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി. 11 മണിക്കാണ് കേട്ടോ ട്രെയിനുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. പൊന്നോ ബാക്ക് ട്രെയിൻ പോണോക്കാ. നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ പാലക്കാട്ടേക്ക് ട്രെയിൻ കയറി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പൊന്നൂന് കുറച്ചൊരു ക്ഷീണമുണ്ട്. എന്താ വെച്ചാൽ രാവിലെ തന്നെ എന്തോ അറിയില്ല, ഭക്ഷണം കഴിച്ചുമ്പോൾ എന്തോ അറിയില്ല, ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു ഹായ് കൊടുത്താ രസമുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ 11 മണിക്കാണ് ട്രെയിന്. ഞങ്ങൾ 10 മണി 10:30 10:15 ആകുമ്പോൾ അവിടെ എത്തിക്കണം. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടി വന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരുപാട് ട്രെയിൻ അതിൻ്റെ ഇടയിൽ പോയിട്ടാണ്. അതൊന്നും നമുക്കുള്ളതല്ല. പിന്നെ പൊന്നു നല്ല ആവേശത്ത് പോകുന്നതെന്ന് എന്തെന്നറിയില്ല. ബൈക്കുമ്പോൾ കുറേ അങ്ങനെ പോകുന്ന ഭയങ്കര ക്ഷീണം. ഇതും ഞമ്മക്ക് പോകാനുള്ള ട്രെയിനല്ല കേട്ടോ. പൊന്നൂന് ഇവർക്കൊക്കെ പിന്നെ ഭയങ്കര രസമല്ല. എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ട്രെയിന്. പൊന്നൂന് കാറ് പോണത് ഇഷ്ടമല്ല, ട്രെയിന് പോണത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഓൻ നല്ല ആവേശം. കാറിലാകുമ്പോൾ ഇത്ര ആവേശം അവനക്ക് ഉണ്ടാവില്ല. ഛർദ്ദിച്ചിട്ടും ആകെ തളർന്ന് ആകെ കുഴങ്ങും. AC ഇടാൻ പറ്റൂല. അങ്ങനെയൊക്കെയാണ് ഓന്. അങ്ങനെ കാത്തിരുന്ന് ഏതായാലും നമ്മളെ ട്രെയിനിൻ്റെ ടൈമായി. ഇതാ 11 മണി 11:05 ട്രെയിൻ എത്തിയതാ. ഞങ്ങൾ ട്രെയിനിൽ കയറിയാണ്. സുഖമായിട്ടാ, നല്ല സീറ്റുണ്ട്. ഒഴിഞ്ഞ പോകിയെന്ന് ഒരുപാട് സ്ഥലം ബാക്കിയാട്ടാ. നമുക്ക് നടന്ന് കുട്ടിക്കൊക്കെ ഓടി കളിക്കാനും നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ നല്ല സ്പേസും ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം തലക്കലാണ്. ആ ഡോറിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണല്ലോ. പിന്നെ ഞങ്ങൾ സീറ്റിൽ വന്നിരുന്ന് പിന്നെ പൊന്നും അങ്ങോട്ടൊക്കെ ഓടിയിട്ട് എനിക്ക് അവിടെ നിന്ന് നീച്ച് പോരാൻ പറ്റും. ഞാൻ ആ ഡോറിൻ്റെ അടുക്ക് പോകുമ്പോൾ ഓനും പോരും. അപ്പോൾ പിന്നെ പേടിയല്ലേ. അപ്പോൾ ഓന് പോകും വിചാരിച്ചാണ്. ഓൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു ഞാൻ. എനിക്ക് പേടിയാണ് ഓനെ അവിടുന്ന് ഡോറിൻ്റെ അടുത്തൊക്കെ പോയാൽ. ഇപ്പോൾ ഇവിടുന്ന് കയറിയിട്ട് 3 മണിക്കൂർ ആവും എന്ന് പറഞ്ഞാൽ ആണ്ട് എത്താൻ കേട്ടോ. പക്ഷെ 3 മണിക്കൂറൊന്നും വേണ്ട. എന്താണ് 2.5 ഒക്കെ മണിക്കൂറാകുമ്പോൾ അങ്ങോട്ട് എത്തും പാലക്കാട്. അപ്പോൾ ഏതായാലും നല്ല അടിപൊളി എന്നിട്ടാ. പാലക്കാട് ഭാഗത്തൊക്കെ ആയതുകൊണ്ട് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണല്ലോ പാലക്കാട് ഏരിയയൊക്കെ. പിന്നെ നമ്മൾ തിരുവന്ന് ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും അടിപൊളിയാണ്. പാടും മലകളും തേടി ഭയങ്കര രസമാണ്. സൂപ്പറാണ്. നമുക്ക് കാറിൽ പോകണ വഴിക്കല്ല. കാറിൽ പോകുമ്പോൾ വേറെ രസം, ട്രെയിനിൽ പോകുമ്പോൾ വേറെ രസം. രണ്ട് രസമാണ്. ലാസ്റ്റ് ബാവ നീച്ചുകാണ്ട് ഡോറിൻ്റെ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ എണ്ണുകാണ്ട് പോയ നേരത്താണ് ഇവന് ആ ഡോറിൻ്റെ അടുത്ത് കൂടിയത്. അപ്പോൾ ഞാൻ ഓനെ തലക്ക് ഇരുത്തിയിട്ട് പിടിച്ചിരുത്തിയതാണ്. ഓന് ഓടും വിചാരിച്ചു കണ്ട്. ഏതായാലും ഭയങ്കര രസമാണ്. തലക്ക് ഇരുന്ന് കാണുന്നുള്ള യാത്ര ഭയങ്കര രസമാണ് ട്രെയിനിലിട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ കുറ്റിപ്പുറം കേട്ടോ. കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട്. ഇനി ഒരു 5-6 സ്റ്റേഷനും കൂടി ഉണ്ട്. അതുകൊണ്ട്
ഇതിനുള്ളിൽ ആരോ അറിയുന്ന ആൾക്കാരുള്ളതുണ്ടല്ലോ. പിന്നെ മൊത്തവും കുട്ടിമോനൊന്നും പോകുന്നിട്ടില്ല. കുട്ടിമോൻക്ക് സ്കൂളത്തെ ടൂറാണ്, അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. പിന്നെ ഊട്ടി, വയനാട് സ്കൂളത്തെ ടൂറിൽ പോയിട്ടില്ല. ഒരു ചെക്കന്മാരെല്ലാവരും കൂടി ടൂറ് പോയതാണ്. പിന്നെ മുത്തുവിൻ്റെ ഏതോ ചെക്കനും കൂടെ അവനും പോയിക്കണ് വയനാട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും ബാക്കിയായി. അപ്പോൾ പൊന്നു പറഞ്ഞമ്മ നമ്മൾ കൊടുക്കും പോലൊക്കെ പോയില്ലായിരുന്നു. അങ്ങനെ നമ്മളെ വണ്ടിക്ക് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ട്രെയിനൊക്കെ ആക്കിയത്. അല്ലെങ്കിൽ വണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങും. അപ്പോൾ ട്രെയിൻ തന്നെ ആക്കി. ട്രെയിനാകുമ്പോൾ നല്ല അപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യാണ്, ഭയങ്കര രസമാണ്. പിന്നെ ഞാന് പൊന്നൂനെ പേടിച്ചിട്ടാണ് അവിടെ ഇരിക്കണ സീറ്റിൽ. എന്താ വെച്ചാല് ഓനെ തലക്കെന്നാ പേടിയാണ്. മറ്റേ കാറിലാണ് വേറെ സ്പീഡിൽ പോകുമ്പോ പട്ടാമ്പി സ്റ്റേഷനിൽ തിരിഞ്ഞിട്ടോ അല്ലേ നമ്മളോ എന്താ പറയാ വേറെന്താ പഠിച്ചു വിളിച്ചു. എനിക്ക് എന്താ എന്റെ മനസ്സ് ഫുള്ള് പൊന്നൂന്റെ എത്തണം. പൊന്നൂനെ ശ്രദ്ധിക്കണം. അപ്പൊ പാലക്കാട്ടിൽ കൃഷി കാര്യങ്ങളും കൊയ്ത്തും വേദിയൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ മാതിരി ഒരു വർഷത്തിന്റെ പാടുണ്ടെങ്കിൽ അത് തീർത്തുകാണ്ട് ഇതാക്കില്ല. രണ്ടാമത്തെ ഓപ്പറേഷൻ എവിടെത്തി മക്കളെ? ഷൊർണൂരെത്തി മക്കളെ. സീറ്റ് പോകും, പണിപ്പാടും കയറാനാവൽപ്പാട് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിൻ യാത്ര എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. എന്നുവെച്ചാൽ ചെറിയ ഒരു ബഡ്ജറ്റിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അടിപൊളിയായിട്ട് മനസ്സമാധാനത്തോടു കൂടി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ട്രെയിൻ യാത്ര. ഞങ്ങളിതിനു മുമ്പ് 1-2 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു, അത് മറക്കാൻ പറ്റില്ല. വെറുതെ ഒന്ന് ഒരു മനസ്സിന് ശാന്തതക്ക്, ഒരു സന്തോഷത്തിന് വെറുതെ ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് രാത്രി നമുക്ക് വീട്ടിൽ തന്നെ തിരിച്ചെത്തുന്ന തരത്തിലാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. ഓക്കെ, പാലക്കാടിന്റെ ഇവിടെ മൊത്തം നെൽവയലുകളെല്ലാം ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു യഥാർത്ഥത എല്ലാം നമ്മുടെ നാട്ടിലൊക്കെ അതെല്ലാം ബിൽഡിങ്ങുകളും വലിയ വലിയ വീടും കാര്യമൊക്കെ ആകുമ്പോൾ ഇവരിപ്പോഴും ആ പച്ചപ്പടി ആളെ ഒറ്റപ്പാലത്തെത്തി. നേരം പോക്ക്, പൊന്നൂന്റെ നേരം പോക്ക്. എന്താ ഉണ്ടാവില്ല ഇങ്ങനെ തൂങ്ങിയാലേ? പൊന്നു ശക്തി ഉണ്ടാവില്ലേ? കൊറേ നേരം എന്നോട് തന്നെ ഇങ്ങനെ ആടാൻ അത് ശക്തി ഉണ്ടാവാനാണല്ലോ. എങ്ങനെയുണ്ട് ശക്തി കിട്ടിയാ? ഒരു പാട്ടാടോ മുത്തേ? മുത്തേ ഒരു പാട്ടാടോ? മണിയാ ഒരു പാട്ടാട്. ആ പാട് ഏതെങ്കിലും.
പാലക്കാട് ജംഗ്ഷനെത്തി. ഇനി ഇവിടുന്ന് ബസ്സിന് പോയിട്ട് വേണം മലമ്പുഴ പോവാൻ. ഇവിടുന്ന് ബസ്സിന് മലമ്പേക്ക് പോകാട്ടോ. ഇവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് അടിച്ചിട്ട് വേണം. ഓക്കെ വിട്ടുപിടിച്ചാണ് പൊന്നുകട്ടെ. അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോകണേ. പൊന്നു അപ്പൊ ഞങ്ങള് പാലക്കാട് ടൗണിലാണ്. ചോറ് എന്നുള്ള പരിപാടിയാണ്. പോയോ കേട്ടാ. ഹോട്ടലിൽ തിരഞ്ഞിറങ്ങിയതാണ്. നമ്മളവിടെ ചെങ്കടിക്കട്ട് ഇറങ്ങിയ ഫുഡേ ഉള്ളൂ. അതേമാതിരി ലോട്ടറിയാണ്. അപ്പോൾ ഏതായാലും കുറേ തിരഞ്ഞ് നടന്ന് ഏതായാലും നല്ലൊരു കട കിട്ടി. ഏതായാലും കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ കേട്ടോ. അങ്ങനെ ഇതാ ബാവ ചോറെടുത്ത്, പിന്നെ പൊന്നൂന് വെച്ചിട്ട് വേറെ ചോറ് വാങ്ങാൻ വല്ലാതെ അവൻ കഴിക്കൂല. ഞാൻ ഒരു 3 ചപ്പാത്തി എടുത്ത്, ബാവ വെറും ചോറിട്ട് സാധാ ചോറ് നല്ല ടേസ്റ്റിൻ്റെ അതിൻ്റെ കൂട്ടാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനതെടുക്കായി. ഞാൻ പിന്നെ ചോറ് നമ്മൾ കൂട്ടാണ്ടാവുമ്പോൾ ഓവർ കഴിക്കും. ചപ്പാത്തി ആകുമ്പോൾ ആ എണ്ണം മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. അപ്പോൾ ചപ്പാത്തി ചിക്കൻ കറി വേണം. ചിക്കൻ കറിയൊക്കെ ഒരു കഥയാണ്. എന്താ വെച്ചാൽ ആ സാൽമിയിൽ ചിക്കൻ പൊരിച്ചിട്ടതാണ്. അപ്പോൾ അതാണെന്ന് വെച്ചാൽ ഒരു മീൻകറിൻ്റെ ടേസ്റ്റ്. ലാസ്റ്റ് ചോർക്ക് കൊടുന്ന മീൻകറി വെച്ചിട്ടാണ് ഞാൻ കൂട്ടിയത്. ചോറ് സാധാ ചോറിൻ്റെ കൂട്ടാനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ബാക്കിയൊക്കെ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഒരു കഥ. അല്ലാണ്ട് കഴിച്ചു തന്നെ ഉള്ളൂ. ഫുഡിന് പറഞ്ഞാൽ നമ്മളെ മലപ്പുറം, നമ്മളിവിടെ ചെങ്കുവട്ടി ഈ ഭാഗം ഇതൊക്കെ നല്ല അടിപൊളി ഫുഡുകളാണ്. എവിടേക്ക് ഇറങ്ങിയാലും നല്ല വെജിറ്റേറിയൻ ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളി ഫുഡുകളാണ്. കാരണം നമ്മളെ നാട് വിട്ടാൽ പിന്നെ കഴിഞ്ഞു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ. അവിടെയൊക്കെ തന്നെ റെയിൽവേ സ്റ്റേഷനല്ലേ. ഇന്ന് വന്നോല് നാളെ വരൂലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഫുഡൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഏതായാലും മനല്ല മനസ്സോടത് കഴിച്ച് ഇതുണ്ടല്ലേ ഈ പൊറോട്ട ഉണ്ടാക്കണത് കാണുമ്പോൾ തന്നെ ലാസ്റ്റ് ഇറങ്ങിയ ശേഷം ഞങ്ങൾ ഈ പൊറോട്ട ഉണ്ടാക്കണമൊക്കെ കണ്ടത് വൃത്തിയില്ലാതെ. പിന്നെ മലമ്പുഴക്കുള്ള ബസ് ഇവിടെ വരുന്നതുകൊണ്ട് ഒരു കടൻ്റെ മുന്നിൽ ഞങ്ങൾ ബസ് കാത്ത് നിൽക്കണം. അതിൻ്റെ ഇടയിൽ നല്ല മിച്ചർ മുട്ടായി ഉണ്ട് കേട്ടോ. അത് തിന്നിട്ടാ പൊന്നു ലേസ് അങ്ങനത്തെ ഒക്കെ വാങ്ങി. പിന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങി കുടിക്കാൻ. നല്ല വെയിലാട്ടോ, ഭയങ്കര ചൂടുമാണ്. എന്നാലും പക്ഷേ ഏതായാലും ഇറങ്ങിയില്ലേ. ഇനിയിപ്പോൾ കണ്ടുവരല്ലേ നടക്കുള്ളൂ. ട്രെയിനിൽ അടിപൊളിയെന്ന്. പക്ഷെ ബാക്കി അവിടെ നിന്നൊക്കെ വെയിലും ഒരു കഥ. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ ബസ് വന്ന് ബസ് കയറി. ബസ്സിൽ നല്ല അടിപൊളി പാട്ട് ചെയ്യുന്നുണ്ട്. ആ പാട്ടും കേട്ടിങ്ങനെ യാത്ര ചെയ്യണം. എന്താ സുഖം എന്നറിയോ. അത് നമ്മളെ പഴയ പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ എന്തോ രസപ്പെടുത്തൊന്നും ബസ് കയറിയില്ല. കുറച്ചേക്കണ ബസ് കയറിയിട്ട്. അപ്പോൾ പൊന്നൂന് എൻ്റെ അടുത്തിരിക്കണം. 2 സീറ്റല്ലേ ഉള്ളൂ. ബാവ മുന്നത്തെ സീറ്റിലും ഞാനും പൊന്നും ബാക്കിലും ആയിരുന്നു കേട്ടോ. ബാക്കിൽ വെച്ചാൽ എടുത്തെടുത്ത് തന്നെ അടിപൊളി നല്ല രസമുണ്ട്. പാട്ടും കേട്ടിങ്ങനെ യാത്ര ചെയ്യാൻ. അതിന് ഇറങ്ങാൻ തോന്നൂല. പൊന്നൂന് പൊതുവേ ബസ് കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബാവാക്ക് പൊതുവേ താല്പര്യമില്ല ബസ് കയറുന്നൊന്നും. അവർക്കൊക്കെ ഡ്രൈവർമാർക്ക് പൊതുവെ ഡ്രൈവറായി പോകാനാണ് എനിക്ക് നല്ല താല്പര്യം. പിന്നെ എനിക്കും വേണ്ടിയിട്ട് പോകുന്നതാണ്. പിന്നെ ഇവിടുന്ന് അധികമൊന്നും ഇല്ല കേട്ടോ. മലമ്പുഴക്ക് ഒരു 15 റുപ്യേൻ്റെ ഓട്ടോ ഉള്ളൂ. കുറച്ചുള്ളൂ, അധികം പോവാനില്ല. പക്ഷേ പാട്ടും കേട്ടിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് നടത്തും. നല്ല രസമുണ്ട്. ഒന്നും അറിഞ്ഞില്ല. നല്ല അടിപൊളി യാത്ര ചെയ്യുന്ന ആ ബസ്സിലിട്ടാ സൂപ്പർ ചെയ്യുന്നു. നല്ല സീറ്റൊക്കെ കിട്ടിയതുകൊണ്ട് ഇരുന്നിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റി. ഇന്നിപ്പോൾ എൻ്റെ കൈയിൻ്റെ വേദന ചെറുതായിട്ട് ഭേദമുണ്ട്. അതുകൊണ്ട് ഇറങ്ങിയതാണ്. അല്ലെങ്കിലൊന്നും യാത്രയൊന്നും ഒന്നിനും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ആ ബസ് അവിടെ വരെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഏതായാലും ഞങ്ങളവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ പൊന്നൂന് പൈനാപ്പിൾ വേണം, മാംഗോ വേണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ വാങ്ങി തിന്ന്. പിന്നെ എന്താ വെച്ചാൽ അവിടെ ചെന്നപ്പോൾ ഗാർഡൻ അടച്ചിക്കണം. അവിടെ പണി നടക്കണോണ്ട് ഗാർഡൻ അടച്ചിക്കണ്. അവിടെ വല്ലാതെ കാണാൻ പറ്റൂല. പിന്നെ ഡാമിൻ്റെ അവിടെയൊക്കെ പോയി. അപ്പോൾ ഇന്ന് ഇത്ര വരെയുള്ള വീഡിയോ ഇതിൽ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട്. അപ്പോൾ നാളെ മലമ്പുഴ ഡാമിൻ്റെ നല്ല അടിപൊളി വീഡിയോ ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ നിറഞ്ഞ് നിൽക്കണ ഡാം കാണാൻ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ നാളെ കാണാം ഇൻഷാ അല്ലാഹ്.